ഹലോ, വെൽക്കം ബാക്ക് ടു ക്രോഷ്യ ഡയറി. അപ്പോൾ ഞാനിന്നിവിടെ നമുക്കിന്ന് ബേസിക്കായിട്ടുള്ള ക്രോഷ്യൻ്റെ സ്റ്റിച്ചസ് മാത്രമാണ് ഇവിടെ പറയുന്നുള്ളത്. യാൺസിനെ കുറിച്ചിട്ടും ബേസിക് സ്റ്റിച്ചസ് എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ വീഡിയോയിൽ. എന്നിട്ടും കുറേ പേര് ഡൗട്ട്സ് ചോദിച്ചിട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിൽ സ്റ്റിച്ച് മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റിച്ചസും എങ്ങനെയാണ് ചെയ്യൽ എന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് എങ്ങനെയാണ് നോട്ട് ഇടലെന്ന് നോക്കാം. ബേസിക്കായിട്ട് നോട്ട് ഇടുന്നതാണ്. ഈ നോട്ടിൻ്റെ പേരാണ് സ്ലിപ്പ് നോട്ട്. സ്ലിപ്പ് നോട്ട് എന്നാണ് പറയൽ. ഇതേപോലെ ഇങ്ങനൊരു മടക്കുക, എന്നിട്ട് ഒരു മടക്കും കൂടി മടക്കുക. അപ്പം നമ്മൾ ഇതിൻ്റെ ഉള്ളിലൊരു വലിയ യാണ് കണ്ട, ആ യാണിനെ നമ്മൾ മേലോട്ടേക്ക് മെല്ലെ വലിച്ചാൽ മതി. ഈ ചെറിയ യാണിനെ താഴോട്ടേക്ക് വലിക്കുക. ഇതാണ് സ്ലിപ്പ് നോട്ട്. ഈസി ആയിട്ടുള്ള മെത്തേഡിലാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി ഇതേപോലെ ഹുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് ടൈറ്റ് ആക്കി കൊടുക്കുക. നന്ന ലൂസും നന്ന ടൈറ്റും ആകുമ്പോഴാണ് നമ്മൾ ഹുക്കിലേക്ക് കൂടി ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് ഇതേപോലെ പിടിക്കുക. അതായത് എങ്ങനെയാണ് ഇതിൻ്റെ പിടിക്കുന്ന ടെക്നിക്കും കൂടി ഞാൻ പറഞ്ഞുതരാം. ഹോൾഡിങ് ടെക്നിക്ക്. അതായത് ഈ ആണിനെ ഇതേപോലെ പിടിക്കുക. ചിലവർ ഇങ്ങനെയും പിടിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ബിഗിനേഴ്സിന് ഏറ്റവും കൂടുതൽ നല്ലത് ഇതാണെന്ന് എനിക്ക് തോന്നുന്നതുകൊണ്ടാണ് ഈ ഒരു മോഡൽ തന്നെ പറയുന്നത് കേട്ടോ. ഇതേപോലെ ഇങ്ങനെ കത്രികയില്ലേ അതുപോലെ പിടിക്കുക. എന്നിട്ട് ഈ രണ്ട് വിരലില്ലേ ഫിംഗർ, ആ രണ്ട് വിരൽ ഇതേപോലെ ഈ കെട്ട് കണ്ട ഈ നോട്ട് അതിലിങ്ങനെ പിടിക്കുക. എന്നിട്ട് നമ്മളെ ഹുക്ക് ഈ ഭാഗത്തായില്ലേ ഇതിൻ്റെ കേവ് അല്ലേ, എന്നിട്ട് എന്ത് ചെയ്യുക, ഇതേപോലെ യാൺ ഓവർ ചെയ്യുക. എന്നിട്ട് ഈ കേവിനെ നമുക്ക് ഇപ്പുറത്തെ ഭാഗത്തേക്ക് ആക്കണം. അതായത് ഇടത്തെ ഭാഗത്ത് ഇങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. റൊട്ടേറ്റ് ചെയ്തിട്ട് വേണം ഇതേപോലെ ഈ ഹോളിൻ്റെ ഉള്ളിലേക്കൂടി വലിക്കുക, ലൂപ്പിൻ്റെ ഉള്ളിലേക്കൂടി. ഇതാണ് ചെയിൻ സ്റ്റിച്ച്. ഇതിന് പറയുന്ന പേരാണ് ചെയിൻ സ്റ്റിച്ച്. നമ്മൾ സെക്കൻഡ് സ്റ്റിച്ചിൻ്റെ പേരെന്താ, ചെയിൻ സ്റ്റിച്ച്. ഇതേപോലെ യാൺ ഓവർ ചെയ്യുക, റൊട്ടേറ്റ് ചെയ്യുക, ഇതേപോലെ താഴേക്ക് വലിക്കുക. 2 ചെയിൻ സ്റ്റിച്ച് ചെയ്തു. നമുക്കൊരു 5 ചെയ്യാം. യാൺ ഓവർ, റൊട്ടേറ്റ്, ഇതേപോലെ താഴേക്ക് വലിക്കുക. ഒരിക്കലും ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വലിക്കാൻ പാടില്ല. അപ്പം നമ്മളെ ഹുക്ക് ഈ ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് കൂടി പോവില്ല. അതുകൊണ്ടാണ് ഇതേപോലെ പിടിച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. കണ്ടോ? അപ്പം നമ്മൾ ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ നമ്മൾ ഇവിടെ അല്ല പിടിച്ചിട്ടുണ്ടായിരുന്ന ഓരോ സ്റ്റിച്ച് ചെയ്യുമ്പോഴും നമ്മൾ ഈ 2 വിരലും മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. ഓക്കെ, 1 2 3 4 5 ചെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യാൻ പോകുന്ന സ്റ്റിച്ചിൻ്റെ പേരാണ് സിംഗിൾ ക്രോഷ്യ. സിംഗിൾ ക്രോഷ്യ എങ്ങനെയാണ് ചെയ്യലെന്ന് വെച്ചാൽ, നമ്മളിപ്പം 5 ചെയിനല്ലേ ചെയ്തിട്ടുള്ളത്. സിംഗിൾ ക്രോഷ്യക്ക് നമ്മൾ ഒരു ചെയിനാണ് എക്സ്ട്രാ ഇട്ട് കൊടുക്കൽ. ചെയിൻ 1, അതായത് 5 + 1 6. ഇപ്പം നിങ്ങൾ 10 ആണെങ്കിൽ 10 + 1 അങ്ങനെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ 1 ചെയിനെ സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡ് ചെയിനിലേക്ക് ഹുക്ക് ഇതേപോലെ ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലേ വലിച്ചെടുക്കുക. നമുക്ക് 2 ലൂപ്സാണ് ഹുക്കിൽ കിട്ടൽ. എന്നിട്ട് യാൺ ഓവർ ആ 2 ലൂപ്സിൻ്റെ ഉള്ളിലേക്ക് കൂടി വലിക്കുക. ഇതിൻ്റെ പേരാണ് സിംഗിൾ ക്രോഷ്യ. നെക്സ്റ്റ് നോക്കിക്കോ. ഇൻസേർട്ട്, ഉള്ളിലേ വലിച്ചെടുക്കുക, 2 ലൂപ്സ് കിട്ടും. യാൺ ഓവർ 2 ലൂപ്സിൻ്റെ ഉള്ളിലേ വലിക്കുക. നെക്സ്റ്റ് ഇൻസേർട്ട്, യാൺ ഓവർ ചെയ്ത് ഉള്ളിലേ വലിക്കുക, 2 ലൂപ്സ് കിട്ടും. യാൺ ഓവർ ഇതിൻ്റെ ഉള്ളിലേ വലിച്ചെടുക്കുക. നെക്സ്റ്റ് ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എത്ര ചെയിനാണോ ചെയ്തത് അത്രയും ചെയിൻ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടോ? ഇനി നെക്സ്റ്റ് റോ ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ എത്ര സ്റ്റിച്ചാണോ എക്സ്ട്രാ ഇവിടെ കൊടുത്തത് ഫസ്റ്റ്, അതന്നെ എക്സ്ട്രാ 1 ഇട്ട് കൊടുക്കുക. ഇതേപോലെ ടേൺ ചെയ്യുക മീൻസ് നമ്മൾ ഈ ഇടത്തെ ഭാഗത്തുള്ള ടൈല് വലത്തെ ഭാഗത്ത് ഡൗൺ ആയിട്ട് ഉണ്ടാവൽ. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ആ എക്സ്ട്രാ ഇട്ട ചെയിൻ കണ്ട അത് സ്കിപ്പ് ചെയ്ത് സെക്കൻഡ് ചെയിൻ കണ്ട വി ഷേപ്പ് കണ്ട അതിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്തിട്ട് ഇതേപോലെ വലിച്ചെടുക്കുക. 1
ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എത്ര റോ ആണോ ചെയ്യേണ്ടത് അത്രയും റോ ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കൊടുക്കുക. 2, നെക്സ്റ്റ് 3, നെക്സ്റ്റ് 4. നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും താഴെയുള്ള റോ സെയിം കൗണ്ട് തന്നെ മേലെ ഉണ്ടായിരിക്കണം. ഇപ്പോൾ 4 ആയിട്ടുള്ളൂ. ഇവിടെ നമ്മൾ സ്റ്റിച്ച് കാണാണ്ട് പോകുന്നുണ്ട്, കണ്ട. ചില സമയത്ത് ഈ സ്റ്റിച്ച് നമ്മൾ സ്കിപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് എപ്പോഴും കൗണ്ട് ചെയ്തിട്ട് തന്നെ പോവുക. ഇതാ 5th ചെയിൻ ഇവിടെ ഉണ്ട്. ഇതേപോലെ കയറാത്തത് ഇതേപോലെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ടൊന്ന് ഹുക്ക് റൊട്ടേറ്റ് ചെയ്തിട്ട് കയറ്റിയാൽ മതി. കണ്ടോ, വി ഷേപ്പ് കണ്ടോ. നമ്മുടെ 5th സിംഗിൾ ക്രോഷ്യ കിട്ടി. ഇതാ ഇതേപോലെ നമുക്ക് എത്ര റോ ആണോ ചെയ്യേണ്ടത് അത്രയും റോ ചെയിൻ 1 ഇട്ടിട്ട് 5 സിംഗിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ചെയിൻ സ്റ്റിച്ചിൻ്റെ പേരാണ് നമുക്ക് പറഞ്ഞുതരാം. നെക്സ്റ്റ് ചെയിൻ സ്റ്റിച്ചിൻ്റെ പേരാണ് ഹാഫ് ഡബിൾ ക്രോഷ്യ. ഇനി നമുക്ക് ഹാഫ് ഡബിൾ ക്രോഷ്യ എങ്ങനെയാണ് ചെയ്യലെന്നും കൂടി നോക്കാം. ഇതേപോലെ നമുക്ക് 3 ചെയിൻ ഇട്ട് കൊടുക്കാം. 5 ഇട്ടാൽ കുറച്ച് ലോങ് ആവുന്നതുകൊണ്ട് ഞാൻ 3 ചെയിൻ ഇടുന്നത്, നിങ്ങൾക്ക് എത്രയാണെന്ന് വെച്ചാൽ ഇടാം. 1 2 3 ചെയിൻ ഇട്ട് കൊടുത്തു. ഓക്കെ, 3 ചെയിൻ ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് എത്ര ചെയിൻ ആണെന്ന് വെച്ചാൽ അത്ര ഇട്ട് കൊടുക്കുക കേട്ടോ. 3 ചെയിൻ ഇട്ട് കൊടുത്തതിന് നമുക്ക് ഹാഫ് ഡബിളിനും സെയിം പാറ്റേൺ തന്നെയാണ് സിംഗിൾ ക്രോഷ്യേൻ്റെ. അതായത് ഒരു ചെയിനാണ് നമ്മൾ എക്സ്ട്രാ ഇട്ട് കൊടുക്കുന്നത്. ആ ചെയിനെ നമ്മൾ സ്കിപ്പ് ചെയ്യുക. എന്നിട്ട് ഇതേപോലെ യാൺ ഓവർ ചെയ്യുക. ആ ഫസ്റ്റ് ചെയിൻ സ്കിപ്പ് ചെയ്ത് സെക്കൻഡ് ചെയിനിലേക്ക് ഇതേപോലെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്തിട്ട് ഇതേപോലെ വലിച്ചെടുക്കുക. നമ്മളെ ഹുക്കിൽ 3 ലൂപ്സ് ഉണ്ടാവും. യാൺ ഓവർ ആ 3 ലൂപ്സിൻ്റെ ഉള്ളിലേ വലിക്കുക. ഇതാണ് ഹാഫ് ഡബിൾ ക്രോഷ്യ. ഒന്നുകൂടി കാണിക്കുക. യാൺ ഓവർ, നെക്സ്റ്റ് ചെയിനിൻ്റെ ഉള്ളിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്ത് വലിച്ചെടുക്കുക. ഇതാ 3 ലൂപ്സ് ഉണ്ട്. യാൺ ഓവർ ആ 3 ലൂപ്സിൻ്റെ ഉള്ളിലേ വലിക്കുക. ഇതാ 1 മോർ. യാൺ ഓവർ, ചെയിൻ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്തെടുക്കുക. 3 ലൂപ്സ്. യാൺ ഓവർ 3 ലൂപ്സിൻ്റെ ഉള്ളിലേ വലിക്കുക. ഇതാണ് ഹാഫ് ഡബിൾ ക്രോഷ്യ എന്ന് പറയും. ഇനി നമുക്ക് നെക്സ്റ്റ് റോ ചെയ്യണമെങ്കിൽ ഇതേപോലെ എക്സ്ട്രാ എത്രയാണ് ചെയിൻ എടുത്ത് 1 അല്ലേ. ചെയിൻ 1 ടേൺ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ എക്സ്ട്രാ എടുത്ത ചെയിനെ സ്കിപ്പ് ചെയ്യുക. യാൺ ഓവർ സെക്കൻഡ് ചെയിനിലേക്ക്. ഇതാ സെക്കൻഡ് ചെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഹാഫ് ഡബിൾ ആയിരിക്കും കേട്ടോ. ഇവിടെ ഇൻസേർട്ട്, യാൺ ഓവർ ചെയ്യുക. 3 ലൂപ്സ്. യാൺ ഓവർ 3 ലൂപ്സിലേക്ക് കൂടി വലിക്കുക. ഇതേപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഈ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുക. ഇതാ 1 ചെയ്തു, നെക്സ്റ്റ് 2, നെക്സ്റ്റ് 3. ഇതാ തേർഡ് ചെയിൻ സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ നമ്മളെ പാറ്റേൺ കറക്റ്റായിട്ട് വരില്ല. നമ്മൾ എത്രയാണോ താഴിലിട്ടത് അത്ര തന്നെ നമുക്ക് മേലെയും വേണം. കണ്ടോ, നമുക്ക് 2 റോ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തു. നിങ്ങൾക്ക് എത്രയാണോ വേണ്ട അത്രയും നിങ്ങൾ ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാൻ പോകുന്ന സ്റ്റിച്ചിൻ്റെ പേരാണ് ഡബിൾ ക്രോഷ്യ. നെക്സ്റ്റ് പഠിക്കുന്ന സ്റ്റിച്ചിൻ്റെ പേര് ഡബിൾ ക്രോഷ്യ ആണ്. അതെങ്ങനെയാണ് ചെയ്യലെന്ന് നോക്കാം. ഇതേപോലെ ഞാൻ 3 ചെയിനേ ഇടുന്നുള്ളൂ. 1 2 3. നമ്മൾ സിംഗിൾ ക്രോഷ്യക്ക് 1 സ്റ്റിച്ച് ഇട്ടു, ഹാഫ് ഡബിളിനും 1 സ്റ്റിച്ച് ഇട്ടു. നമ്മൾ ഡബിൾ ക്രോഷ്യക്ക് നമ്മൾ 2 ചെയിൻ സ്റ്റിച്ചാണ് എക്സ്ട്രാ ഇടാൻ പോകുന്നത്. 1 2 കണ്ട. എന്നിട്ട് എന്ത് ചെയ്യുക, യാൺ ഓവർ ആ 2 ചെയിനിന് സ്കിപ്പ് ചെയ്തിട്ട് തേർഡ് ചെയിൻ കണ്ടോ, തേർഡ് ചെയിനിലേക്ക് നമ്മൾ ഹുക്ക് ഇതേപോലെ ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്തിട്ട് ഉള്ളിലേ വലിക്കുക. നമ്മൾ ഹുക്കിൽ 3 ലൂപ്സ് കിട്ടും. യാൺ ഓവർ, എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഹാഫ് ഡബിൾ ആണെങ്കിൽ ഇതിൻ്റെ 3 കൂടി വലിക്കലാണ് അല്ലേ. ഡബിൾ ക്രോഷ്യ എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ആദ്യത്തെ 2 ലൂപ്സ് കണ്ടോ, ആ 2 ലൂപ്സിലേക്ക് കൂടി മാത്രം വലിക്കുക. അപ്പം നമ്മൾ ഹുക്കിൽ ആദ്യം 2 ലൂപ്സ് ഉണ്ടാവും. യാൺ ഓവർ ആ 2 ലൂപ്സിലേക്കും കൂടി വലിക്കുക. ഇതാണ് ഡബിൾ ക്രോഷ്യ. ഒന്നുകൂടി കാണിക്കുക. യാൺ ഓവർ ചെയിനിലേക്ക് ഇൻസേർട്ട് ചെയ്തു, യാൺ ഓവർ ചെയ്തെടുത്തു. 3 ലൂപ്സ്. യാൺ ഓവർ ഫസ്റ്റ് 2 ലൂപ്പ് ക്ലോസ് ചെയ്തു. യാൺ ഓവർ സെക്കൻഡ് 2 ലൂപ്സ് ക്ലോസ് ചെയ്തു. ഇങ്ങനെ 2 ടൈംസ് ക്ലോസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിന് ഡബിൾ ക്രോഷ്യ എന്ന് പറയുന്നത്. ഇതാ ലാസ്റ്റ് സ്റ്റിച്ചും കൂടി കാണിക്കാം. ഇതാ 1
2. കണ്ട, എല്ലാ സ്റ്റിച്ചിനെക്കാട്ടിയും കുറച്ച് വലിയ സ്റ്റിച്ചല്ലേ ഇത്. ഓക്കെ, ഇനി സെക്കൻഡ് റോ ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ എത്രയാണോ ഫസ്റ്റ് സ്റ്റിച്ച് എടുത്തത് അത് തന്നെയാണ് സെക്കൻഡ് റോയിൽ എടുക്കേണ്ടത്. നമ്മൾ 2 ചെയിൻ അല്ലേ എക്സ്ട്രാ എടുത്തത്, 1 2. ഇതേപോലെ ടേൺ ചെയ്യുക, ആ 2 ചെയിൻ സ്കിപ്പ് ചെയ്യുക, യാൺ ഓവർ. തേർഡ് ചെയിൻ വരുന്നത് ഫസ്റ്റ് ഡബിൾ ക്രോഷ്യൻ്റെ മേലെയാണ്. ഇതാ യാൺ ഓവർ ചെയ്തെടുത്തു. 3 ലൂപ്സ് ഉണ്ട്. ഫസ്റ്റ് 2, നെക്സ്റ്റ് 2, അങ്ങനെ 2 ടൈംസ് ക്ലോസ് ചെയ്തു. അതുകൊണ്ടാണ് ഡബിൾ ക്രോഷ്യ എന്ന് പറയുന്നത്. 1 2, നെക്സ്റ്റ് 1 2. കണ്ട, നമ്മൾ ഡബിൾ ക്രോഷ്യയും കംപ്ലീറ്റ് ചെയ്തു. ഇനി പഠിക്കാൻ പോകുന്ന സ്റ്റിച്ചിൻ്റെ പേരാണ് ട്രബിൾ ക്രോഷ്യ. ട്രബിളിനും ട്രിബിളിനും ഒക്കെ പറയും കേട്ടോ. ട്രബിൾ ക്രോഷ്യ എന്നാ പറയല്. ഇതാ അതിനും ഞാൻ 3 ചെയിൻ തന്നെ ഇടുന്നുണ്ട്. 1 2 and 3. 3 ചെയിൻ ഇട്ടു. ഈ ട്രബിൾ ക്രോഷ്യക്ക് നമ്മൾ 3 ചെയിനാണ് എക്സ്ട്രാ ചെയ്യുന്നത്. ഇതാ 1 2 3. എന്നിട്ട് എന്ത് ചെയ്യുക? യാൺ ഓവർ. നമ്മൾ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യക്ക് ഒറ്റ ടൈംസ് യാൺ ഓവർ ചെയ്തിട്ടുള്ളൂ. അതുപോലെ ഹാഫ് ഡബിളിനും ഒറ്റ ടൈം അല്ലേ. ട്രബിളിന് നമ്മൾ 2 ടൈംസ് യാൺ ഓവർ ചെയ്യണം. ഇതൊന്നും കൂടി കാണിക്കാം. 1 2. 2 ടൈംസ് യാൺ ഓവർ ചെയ്യുക. നമ്മൾ എക്സ്ട്രാ സ്റ്റിച്ച് എടുത്ത് എത്രയാ? 3 അല്ലേ. 1 2 3. ആ 3 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് 4th ചെയിനിലേക്ക് ഇതേപോലെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്തെടുക്കുക. അപ്പം നമ്മൾ ഹുക്കിൽ 4 ലൂപ്സ് ഉണ്ടാവും. കണ്ട, അപ്പം എന്ത് ചെയ്യുക? ആദ്യം 2 ലൂപ്സിലേക്ക് കൂടി മാത്രം എടുക്കുക. അപ്പം നമുക്ക് 3 ലൂപ്സ് കിട്ടും. ആദ്യം 2 ലൂപ്സിലേക്ക് കൂടി മാത്രം എടുക്കുക. അപ്പം നമ്മൾ ഹുക്കിൽ 2 ലൂപ്സ് ഉണ്ടാവും. ആദ്യം ആ 2 ലൂപ്സിലേക്ക് കൂടി എടുക്കുക. നമ്മൾ 3 ടൈംസ് നമ്മൾ ക്ലോസ് ചെയ്തു അല്ലേ. അതുകൊണ്ടാണ് അതിന് ട്രബിൾ എന്ന് പറയുന്നത്. ഇതേപോലെ യാൺ ഓവർ 2 ടൈംസ് ചെയ്യുക. നെക്സ്റ്റ് ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തു, യാൺ ഓവർ ചെയ്തെടുത്തു. 1 ടൈം 2 ടൈം ആൻഡ് 3 ടൈം. കണ്ട, 3 ടൈം ചെയ്തു. ഒന്നുകൂടി 1 2 ഇൻസേർട്ട്, യാൺ ഓവർ ചെയ്തെടുത്തു, ഉള്ളിലേക്ക് കൂടി വലിച്ചു. 1 2 ആൻഡ് 3. കണ്ട, എല്ലാ സ്റ്റിച്ചിനെക്കാട്ടിയും വലിയ സ്റ്റിച്ചാണ് ട്രബിൾ ക്രോഷ്യ. ഇത് നമ്മൾ ലേസ് അങ്ങനത്തെ എല്ലാം ടൈപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പാറ്റേൺ യൂസ് ചെയ്യൽ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് റോ എങ്ങനെയാണ് വരുന്നത് നോക്കാം. എത്ര സ്റ്റിച്ചാണോ ഫസ്റ്റ് എടുത്തത് അത്ര തന്നെ ചെയിൻ സ്റ്റിച്ച് എടുക്കുക. 1 2 3. എന്നിട്ട് എന്ത് ചെയ്യുക? ടേൺ ചെയ്യുക, യാൺ ഓവർ 2 ടൈംസ് ചെയ്യുക. ആ 3 ചെയിൻ സ്കിപ്പ് ചെയ്യുക. നെക്സ്റ്റ് 4th ചെയിനിലേക്ക് ഇതേപോലെ 1 2 3. യാൺ ഓവർ 1 2 3. ഇവിടെ യാൺസ് എന്തൊക്കെ കിട്ടണം. ഓക്കെ, ഇതും അതേപോലെ 2 ടൈംസ് യാൺ ഓവർ ചെയ്യുക. നെക്സ്റ്റ് ചെയിൻ സ്റ്റിച്ചിൽ ഹുക്ക് ഇതേപോലെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഇൻസേർട്ട് ചെയ്യുക. 1 2 3. കണ്ട, നമ്മളെ ട്രബിൾ ക്രോഷ്യയും നമ്മളിവിടെ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഏറ്റവും ഫസ്റ്റ് സ്റ്റിച്ചായ സ്ലിപ്പ് സ്റ്റിച്ചും കൂടിയുണ്ട്. അത് ഞാൻ ലാസ്റ്റ് കാണിക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. ആ സ്റ്റിച്ച് നമ്മൾ ജോയിനിങ് സ്റ്റിച്ചെല്ലാം ആയിട്ടാണ് അധികം ചെയ്യൽ. ഇതേപോലെ നോട്ടിടുക. എന്നിട്ട് നമുക്കൊരു 5 ചെയിൻ ചെയ്യാം. 1 2 3 4 5 ചെയിൻ ചെയ്തു. സ്ലിപ്പ് സ്റ്റിച്ചിന് നമ്മൾ എക്സ്ട്രാ 1 ചെയിൻ തന്നെയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആ ചെയിൻ സ്കിപ്പ് ചെയ്യുക. സെക്കൻഡ് ചെയിനിലേക്ക് ഇതേപോലെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഓക്കെ, യാൺ ഓവർ ചെയ്തെടുക്കുക. എന്നിട്ട് 2 ലൂപ്പല്ലേ കിട്ടൽ.
എന്നിട്ട് എന്ത് ചെയ്യുക, ഫസ്റ്റ് ലൂപ്പിൽ നിന്ന് സെക്കൻഡ് ലൂപ്പിലേക്ക് വലിക്കുക. ഇതാണ് സ്ലിപ്പ് സ്റ്റിച്ച്. ഒന്നുകൂടി കാണിക്കുക. ഇതാ ഇൻസേർട്ട് ചെയ്തു, യാൺ ഓവർ ചെയ്തെടുത്തു. ഇതാ 2 ലൂപ്സ് ഫസ്റ്റിൽ നിന്ന് സെക്കൻഡിലേക്ക് വലിക്കുക. നെക്സ്റ്റ് ഇൻസേർട്ട് ചെയ്തു, യാൺ ഓവർ ചെയ്തെടുത്തു, ഫസ്റ്റിൽ നിന്ന് സെക്കൻഡിലേക്ക് വലിക്കുക. നെക്സ്റ്റ് ഇതാ ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. ഇതാണ് സ്ലിപ്പ് സ്റ്റിച്ച്. ഓക്കെ, സ്ലിപ്പ് സ്റ്റിച്ച്. ഇതും ഇതേപോലെ തന്നെ നമുക്ക് അധികവും ഇത് ചെയ്യാൻ ജോയിനിങ് സ്റ്റിച്ചായിട്ടാണ് ചെയ്യാൻ വേണ്ടി വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് 2 ടൈപ്സ് മാജിക് റിംഗ് ഉണ്ട്. അതും കൂടി എങ്ങനെയാണെന്ന് പഠിച്ചാൽ നമ്മൾ ക്രോഷേൻ്റെ ബേസിക് സ്റ്റിച്ചസ് എല്ലാം കംപ്ലീറ്റ് ആയി. ഓക്കെ, നമ്മൾ സാധാ ടൈപ്പ് മാജിക് റിംഗ് എങ്ങനെയാണ് ചെയ്യലെന്ന് കാണിച്ചു തരാം. ഇതാ ആദ്യം നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുള്ള ഒരു റിംഗ് ഇങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ സ്ലിപ്പ് നോട്ട് ഇടാൻ പഠിച്ച ടൈപ്പ് തന്നെ കാണിച്ചു തരാം. ഇതാ ഇതേപോലെ മടക്കുക, ഒരു മടക്കും കൂടി മടക്കുക. നമ്മളുള്ളിൽ നമ്മൾ നേരത്തെ കൈയോട് എടുത്തത് ഇതേപോലെ ഹുക്കോട് എടുക്കുക. ഓക്കെ, എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ചെയിൻ 1 ഇട്ട് കൊടുക്കുക. ഇതേപോലെ പിടിച്ചില്ലേ, ഒരു 6 സിംഗിൾ ക്രോഷ്യ നമ്മൾ ഇതിൻ്റെ ഉള്ളിലിടുക. ഇതാ റിങ്ങിൻ്റെ ഉള്ളിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്തിട്ട് ഉള്ളിലേ വലിക്കുക. 2 ലൂപ്സ്. ഇതാ 1 2 3 4 5 and 6. കണ്ട 6 സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഇനി എന്ത് ചെയ്യുക, ഇതിനെ ഇവിടെ പിടിച്ചിട്ടൊന്ന് ടൈറ്റിലൊന്ന് വലിച്ചു കൊടുത്താൽ മതി. അതവിടെ ടൈറ്റ് ആയിക്കോളും. ഇനി എന്ത് ചെയ്യുക, നമ്മൾ ഫസ്റ്റ് ചെയ്ത സിംഗിൾ ക്രോഷ്യ ഉണ്ടോ അതിൻ്റെ ആ ചെയിൻ സ്പേസിലേക്ക് നമ്മൾ പോയിട്ട് ഇതേപോലെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് പഠിച്ചതാണിതാ. ഓക്കെ, ഫസ്റ്റ് ലൂപ്പിൽ നിന്ന് സെക്കൻഡ് ലൂപ്പിലേക്ക്. കണ്ട ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടൈപ്പ് മാജിക് റിങ്. റൗണ്ടായിട്ട് വന്നത് കണ്ടോ. ഈ ടൈപ്പ് എന്ന് വെച്ചാൽ നമുക്ക് ഹോൾ ഉണ്ടാവില്ല, നമുക്ക് എത്ര വേണമെങ്കിലും ടൈറ്റ് ആക്കിയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഈ മാജിക് റിങ്ങിൻ്റെ പ്രത്യേകത. ഓക്കെ, ഇനി നമുക്ക് ചെയിൻ ടൈപ്പ് മാജിക് റിങ് ഉണ്ട്. അതും കൂടി എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇതാ നമുക്ക് ഒരു 6 ചെയിൻ ചെയ്യാം. 1 2 3 4 5 and 6 ചെയിൻ ചെയ്തു. നിങ്ങൾക്ക് എത്ര ചെയിൻ വേണമെങ്കിലും എടുക്കുക കേട്ടോ. ഞാനിപ്പം ഒരു ബേസിക് ആയിട്ട് പറയുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുക, ഫസ്റ്റ് ചെയിനിലേക്ക് നമ്മൾ ഹുക്ക് ഇതേപോലെ ഇൻസേർട്ട് ചെയ്യുക. കണ്ടോ, എന്നിട്ട് ഇതാ ഇതേപോലെ പിടിക്കുക, യാൺ ഓവർ ചെയ്തിട്ട് ആ ചെയിനിൻ്റെ ഉള്ളിലേക്കൂടിയും ഇതാ ഇതിലേക്കൂടിയും സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. 2 ലൂപ്പാണ്. ഇതാ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. കണ്ട ഒരു ഹോൾ കിട്ടിയത് കണ്ട ചെയിന്. പിന്നെ എന്ത് ചെയ്യുക, നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയിൻ 1 ഈ ഹോളിൻ്റെ ഉള്ളിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഈ ടൈലിനെ നമുക്ക് ഇതേപോലെ ഹൈഡ് ചെയ്ത് കൊണ്ടുപോകാം കേട്ടോ. യാൺ ഓവർ ചെയ്തെടുക്കുക. 2 ലൂപ്സ്, യാൺ ഓവർ 2 ലൂപ്സിലേ വലിക്കുക. ഇതേപോലെ നമുക്ക് എത്ര സിംഗിൾ ക്രോഷ്യ വേണമെങ്കിൽ ഇതിൽ ചെയ്യാം. 2 ഒന്നാമത് വലിയ ഹോളല്ലേ, നമുക്കത് ക്ലോസ് ചെയ്യാനും വരെ പറ്റൂല. 3 4 എത്ര ചെയിൻ എടുക്കുന്നോ അത്ര അനുസരിച്ചിട്ട് തന്നെ ഹോള് വലുതാവും കേട്ടോ. 5 6 7 8 9 10 11 12. ഒരു 12 സിംഗിൾ ക്രോഷ്യ ഞാൻ ഇതിൽ ചെയ്തിട്ടുണ്ട്. 6 5 ആണെങ്കിൽ നിങ്ങൾക്ക് 10 ചെയ്യാം. എത്ര വേണമെങ്കിലും എടുക്കാം. എത്ര ചെയിൻ എടുക്കുന്ന അതിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. എത്ര ചെറുതെടുത്താലും അതിനനുസരിച്ചിട്ടുള്ള ഹോളേ കിട്ടും. ഇനി ഇതാ ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യയിൽ പോയിട്ട് ഇതേപോലെ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കും. ഇതാണ് നമ്മുടെ സെക്കൻഡ് ടൈപ്പ് മാജിക് റിങ്. ഇത് കണ്ട വലിയ ഹോളല്ലേ. ഇപ്പം 6 ചെയിൻ ചെയ്തുകൊണ്ടാണ് ഇത്ര വലിയ ഹോള് കിട്ടിയത്. നിങ്ങളിപ്പം 3 ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഹോളായിരിക്കും കിട്ടൽ. 10 ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള വലിയ ഹോളായിരിക്കും. അപ്പം ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ള ബേസിക് സ്റ്റിച്ചസ്. അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.